നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി PDP പിന്തുണയെ ചൊല്ലിയുള്ള പോര് മുറുകുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ സമസ്തയ്ക്ക് പുറമെ കത്തോലിക്ക കോൺഗ്രസും പരസ്യമായി രംഗത്ത് എത്തിയതോടെ വോട്ട് ചോർച്ച ആശങ്കയിൽ ആണ് UDF. സംഘടനകളുടെ എതിർപ്പ് മുതലെടുക്കാനാണ് LDFന്റെ ശ്രമം. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം UDFൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതിന്റെ സൂചനയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട് പങ്കുവച്ചത്. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം. നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്നത്തെ പരിസ്ഥിതിയിൽ ചോദിക്കാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു TV-കാരൻ പറഞ്ഞല്ലോ, 18 തന്നെയാ പറഞ്ഞു. എന്താ പറഞ്ഞ RSകാരുടെയും നയം മാറ്റിയാൽ വരുന്ന പറഞ്ഞ ഇപ്പോൾ ശരിയാ. നയവും നിലപാടും മാറ്റിയാൽ ഞങ്ങളോട് സഹകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭൂമുഖത്തില്ല. ഹാഗിയ സോഫിയ വീണ്ടും ഉയർത്തിക്കൊണ്ടായിരുന്നു KT ജലീലിന്റെ വിമർശനം. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഹാഗിയ സോഫിയ ലേഖനം എഴുതിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വേദനയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ മറ്റ് മുസ്ലിം മതസംഘടനകൾക്ക് അംഗീകരിക്കാനാകില്ല എന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകില്ല എന്നും ജലീൽ പറഞ്ഞു. ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൂടെ കൂട്ടുന്നത്? ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടല്ലോ. സമീപനം LDFന് ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. വെൽഫെയർ പാർട്ടിയുമായുള്ളത് മുന്നണി ബന്ധം അല്ല എന്നും തെരഞ്ഞെടുപ്പ് ബന്ധം മാത്രമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. കൂടുതൽ ശക്തി സമാഹരിക്കാൻ തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടും സ്വീകരിക്കും. അതിന്റെ പേരിൽ മറ്റ് വോട്ടുകൾ പോകില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ആര് UDFന് വോട്ട് തരാമെന്ന് പറഞ്ഞാലും അത് വേണ്ടെന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആരുമായിട്ടും അത്തരത്തിൽ UDFന്റെ പുറത്ത് മുന്നണിക്കകത്തേക്ക് ആരെയും കൂട്ടിയിട്ടില്ല. വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുണ്ട്. മുന്നണിയുടെ ഭാഗമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. അതേ പറഞ്ഞില്ല. ഒരു വോട്ടും നഷ്ടപ്പെടില്ല. UDFന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു പ്രതികരിച്ചത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ വാസ്തവത്തിൽ വാർത്തകളൊന്നും കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല. ഇത് എന്തായാലും ഒരൊറ്റ കാര്യം ഇതിലുള്ളത്, എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്ന് ഈ കേരളത്തിലെ 9 വർഷത്തെ ഈ അവസ്ഥയെ, അതേപോലെ ദേശീയ തലത്തിലാണെങ്കിലും വർഗീയ ഫാസിസം മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ എതിർക്കാൻ, അതിൻ്റെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് 2025 പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് ഈ ഒരവസ്ഥയിൽ ഇന്ന് ഏറ്റവും അഭികാമ്യമായ കാര്യം എല്ലാവരും ഇന്ന് ഇന്ത്യയിലെ ഭീഷണിയായ വർഗീയ ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം അതനുസരിച്ചുള്ള ഒരു പിന്തുണ എല്ലാവരുടെ ഭാഗത്തും ലഭിക്കുന്നുണ്ട്. വെൽഫെയർ പിന്തുണയെ തുടർന്ന് ഉയരുന്ന വിവാദങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു. UDFനെതിരായ സമസ്തയുടെയും കാത്തലിക് കോൺഗ്രസിന്റെയും നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അപർണ കുറുപ്പും CV അനുമോദുമാണ്. ആദ്യം അപർണയിലേക്ക്. അപർണ, വോട്ടെടുപ്പിലേക്ക് അടുക്കുമ്പോൾ
നിലമ്പൂരിലെ വിഷയങ്ങൾ മാറിമറിയുന്നുണ്ട്. അതൊടുവിൽ കേന്ദ്രീകരിക്കുന്നത് PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ആണ്. PDPയെ ഒരേ സ്വരത്തിൽ ന്യായീകരിക്കുന്നുണ്ട് ഇടത് നേതാക്കൾ. PDPയെ ഒരു വർഗീയ ശക്തിയായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയാണ് എന്ന നിലപാടും ഇടതുപക്ഷം സ്വീകരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഈ പിന്തുണയെ ചൊല്ലി മറ്റുള്ളവർ സ്വീകരിക്കുന്ന നിലപാട്, സമസ്തയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് അവരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ വോട്ടെടുപ്പിലേക്ക് അടുക്കുമ്പോൾ നിലമ്പൂർ എങ്ങനെയാണ് മാറിമറിയുന്നത്? അഭിലാഷ്, നിലമ്പൂര് രണ്ടാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ദിവസം ചർച്ച ചെയ്യപ്പെട്ടത് ഈ മഴവിൽ സഖ്യം എന്നുള്ള ഈ ആരോപണം അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം അത് ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയായിട്ട് ഈ മണിക്കൂറിൽ നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എല്ലാം അത് UDF നേതാക്കന്മാർ ഭാഗത്തുനിന്നുണ്ടായ തരത്തിലുള്ള ഒരു വിശദീകരണമോ ന്യായീകരണത്തിലേക്കോ കാര്യങ്ങൾ ഇപ്പോഴേക്ക് കടക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു. കാരണം കത്തോലിക്ക കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടാണ് അതിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് UDFനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. വളരെ തുറന്ന ഒരു മറുപടിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. സമസ്തയുടെ വിമർശനം ഒരു വശത്ത്, കത്തോലിക്ക കോൺഗ്രസിന് 10,000-ലേറെ വോട്ടുകളുണ്ട് ഈ മണ്ഡലത്തിൽ നിന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിനെ പിണക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്കോ പ്രതികരണത്തിലേക്കോ കടക്കാൻ കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ രണ്ട് വശങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നും അടൂർ പ്രകാശും ഇത് പിന്നീട് ചർച്ച ചെയ്യാം, കത്തോലിക്ക കോൺഗ്രസിന്റെ പരാമർശങ്ങൾ ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് ആരോടും ഷൌക്കത്ത് പോലും പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അതിനിടയിൽ മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും നാളെ വരുമ്പോൾ, മുഖ്യമന്ത്രി വരുമ്പോൾ മലപ്പുറം പരാമർശം മുന്നിൽ വെച്ചുകൊണ്ട് പ്രചാരണത്തിന് ഒരുങ്ങുകയായിരുന്നു UDF. അതിനൊരു മുഴം മുന്നേറിയുകയാണ് CPM മുന്നോട്ട് വെക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് നിലപാടായിരിക്കും പ്രിയങ്ക ഗാന്ധി അത് ജനങ്ങളോട് വിശദീകരിക്കുക, അത് വിശദീകരിക്കേണ്ട ബാധ്യത സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ തലയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത് UDFനകത്ത് ഭിന്നതയുണ്ട്, അതിന്റെ ഒരു സൂചനയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ വിമർശനം എന്നുള്ളതാണ്. സമസ്തയുടെ പ്രതികരണം ഒരു വശത്തുണ്ട്. ലീഗിന് ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴും വന്നെങ്കിലും ലീഗ് വളരെ സജീവമായിട്ട് പ്രചാരണത്തിൽ നിൽക്കുകയാണ്. ആ വിഷയമില്ല എന്ന് UDF നേതാക്കൾ തന്നെ നമ്മളോട് തന്നെ പലതവണ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ശക്തമായി ഈ വെൽഫെയർ പാർട്ടി ബന്ധത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനകൾ ഇതുവരെ വന്നിട്ടില്ല. അത് പിന്നീട് ആലോചിച്ച് പറയാം എന്ന് UDF നേതാക്കൾ പറയുന്നിടത്ത് ഒരുപക്ഷെ UDFന് സ്വാഭാവികമായിട്ടും മുൻതൂക്കമുണ്ട് എന്ന് UDF യോഗത്തിൽ തന്നെ വിലയിരുത്തലിൽ വരികയും ഒരു 10,000-20,000 വോട്ടിന്റെയൊക്കെ മുൻതൂക്കം ആര്യടൻ ഷൌക്കത്തിന് കിട്ടും എന്നൊക്കെ ഒരു വിലയിരുത്തലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം കൂടിയാണിത്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് പരാമർശത്തിലേക്ക് കടക്കരുത്, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം കത്തോലിക്ക കോൺഗ്രസിന് പിണക്കരുത് എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം നിലമ്പൂരിൽ എത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും, അദ്ദേഹമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് വലിയ കടന്നാക്രമണം CPMനെതിരെ നടത്തിയത്, എന്തായിരിക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ പരാമർശം സംബന്ധിച്ച് അദ്ദേഹം എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നിലമ്പൂരിലേക്ക് ആശമാരുടെ സമരം ഇന്ന് നിലമ്പൂരിൽ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആശമാരുടെ സമരം നടക്കുമ്പോൾ ആശമാർ വരുന്നു, അവരുടെ പ്രതിഷേധ സമരം അല്പസമയത്തിനകം തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ള ആരോപണം ശക്തമാക്കിയാണ് LDF ക്യാമ്പ്. കഴിഞ്ഞ തവണ ഇപ്പോൾ VD സതീശന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് പറയുമ്പോൾ മറുതന്ത്രത്തിൽ പ്രധാനപ്പെട്ടതായി മാറാൻ സാധ്യതയുള്ളത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. അതിന്റെ സൂചനകൾ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു. പക്ഷേ അതിലേക്ക് വിശദമായി കടക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായുമില്ല. ഒരു മറുതന്ത്രത്തിന്റെ ഭാഗമായി അത്തരം വിഷയങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? മലപ്പുറം പരാമർശം തന്നെയാണ് UDF എടുത്ത് ഉയർത്തുന്ന വിഷയം. അതായത് ഇതൊരു വർഗീയ കാർഡാണ് LDF കളിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കയ്യിലും അതുണ്ട് എന്ന് തന്നെയാണ് UDF പറയുന്നത്. കാരണം ആ വിഷയത്തിനകത്ത് സ്ഥിരം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അഭിലാഷ്, ഇതുവരെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ആ പരാമർശം നടത്തിയെങ്കിൽ ഇനി ഒരു പക്ഷേ ആ പരാമർശം കൃത്യമായി ഉന്നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്താൻ പോകുന്നത് നേരിട്ട് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എന്നുള്ള സൂചനകളാണ്. കാരണം പ്രിയങ്ക ഗാന്ധി നാളെ എത്തുമ്പോൾ പ്രിയങ്ക
ഗാന്ധിയുടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി പറയാൻ പോകുന്നത് മലപ്പുറം പരാമർശം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആ തരത്തിലുള്ള വിഷയം കോൺഗ്രസ് MP തന്നെ നേരിട്ട് പറയുക. അങ്ങനെ ഈ ഇതുവരെ നടന്നപ്പോൾ തന്നെ ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആക്രമണം നേരിട്ട് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കൊടുക്കുക, ആ ഒരു തന്ത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. UDF ആണെങ്കിൽ ഇപ്പോൾ ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വലിയ ഒരു വിവാദത്തിലേക്ക് പോകാതെ, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള വിഷയങ്ങൾ വലിയൊരു വിവാദത്തിലേക്ക് പോകാതെ പരമാവധി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു തന്ത്രം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരുപക്ഷെ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ സമയത്ത് വരുന്നില്ല എന്നത് എടുത്തു പറയണം. പക്ഷേ സാദിഖ് അലി തങ്ങളുമായിട്ട് സംബന്ധിച്ച് KT ജലീൽ നമ്മളോട് തന്നെ പറഞ്ഞ വിഷയമുണ്ട്. ഹാഗിയ സോഫിയ ലേഖനം എഴുതിയത് തങ്ങളാണ് എന്നുള്ള ഒരു പ്രസ്താവന ജലീലിന്റെ ഭാഗത്തുണ്ട്. അത് ഏത് തരത്തിലാണ് ലീഗ് കാണുക എന്നുള്ള വിഷയമുണ്ട്. അതായത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ വിഷയത്തിന് പഞ്ഞമില്ലാത്ത ഒരു സ്ഥിതിയിൽ പ്രചാരണം പലതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശരി, തീർച്ചയായും അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാമെന്നാണ് അപർണ പറയുന്നത്. അതേസമയം അനുമോദിലേക്ക് എത്തുമ്പോൾ, അനുമോദ്, ഇവിടെ PDPയുമായുള്ള ബന്ധം, അതിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതായത് അല്പസമയം മുമ്പ് MP ഗോവിന്ദൻ സംസാരിച്ചപ്പോൾ ന്യൂസ് 18 നൽകിയ പ്രതികരണത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്ന സാഹചര്യമുണ്ട്. RSSലോ BJPയിലോ ഒക്കെ പെടുന്നവർ പോലും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റി വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആരും ഇല്ല. അങ്ങനെയാണ് MP ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. അതിലെടുത്തു പറയേണ്ടത്, ഈ പിന്തുണ വിഷയത്തിൽ PDPയും വെൽഫെയർ പാർട്ടിയുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ കോൺഗ്രസ് അല്ലേ പ്രതിസന്ധിയിലായിട്ടുള്ളത്? സമസ്തയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നത, കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായി വാർത്താക്കുറിപ്പും പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം, ആ പ്രതിസന്ധി കോൺഗ്രസിനെ എങ്ങനെയാണ് ആശങ്കപ്പെടുത്തുന്നത്? അഭിലാഷ്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒരു ഘടകമാവുക. രണ്ട് തരത്തിലാണത്. ഒന്ന്, ഇവർ പിന്തുണയ്ക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന വോട്ടുകൾ സാമുദായിക പിന്തുണ എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നത്. വെൽഫെയർ പാർട്ടി 2500 കിട്ടുമ്പോൾ 25,000 വോട്ട് മറുവശം നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതിനപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അപ്പുറവും ഈ ഒരു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കേരള രാഷ്ട്രീയത്തിൽ UDFന് പല വിധത്തിൽ ദോഷം ചെയ്യുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. അപ്പോൾ രണ്ട് തരം അഭിപ്രായം UDFിൽ തന്നെ ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി പിന്തുണയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മറുവശത്ത് PDPയെ വളരെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം രംഗത്തെത്തുന്നത് അതൊരു തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനയല്ല ഇപ്പോൾ ഉള്ളതാണ്. മദനി ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം തനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. അദ്ദേഹം തനിക്ക് സംഭവിച്ച തെറ്റുകൾ സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തീവ്ര സ്വഭാവം വെടിഞ്ഞ് പ്രവർത്തിക്കുന്നത് എന്നാണ് LDF പറയുന്നത്. കഴിഞ്ഞ ദിവസം KT ജലീൽ ഇത്തരത്തിലാണ് അക്കാര്യത്തിൽ ന്യായീകരണം നടത്തിയത്. KT ജലീലിന് പുറമെ എല്ലാ നേതാക്കളും ഇത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ട് വിധത്തിൽ കണ്ട് വെൽഫെയർ പാർട്ടിയെ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്ര മത നിലപാടുകൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം ചേർത്തതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന ചോദ്യം ഉയർത്തിയാണ് ഇടതുപക്ഷം UDFനെ പ്രതിസന്ധിയിലാക്കുന്നത്. അതിനൊപ്പം തന്നെ സമസ്തയുടെ നിലപാട്, കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്, ഇത് രണ്ടും ഇവിടെ UDFനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തീർക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ UDFിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടെന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് അടൂർ പ്രകാശുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ ഇതേ പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിഷയമാകട്ടെ, സമസ്തയുടെ വിഷയമാകട്ടെ, വെൽഫെയറിന്റെ വിഷയമാകട്ടെ, അതേക്കുറിച്ച് ഇപ്പോൾ പരസ്യ ചർച്ചയ്ക്ക് തയ്യാറല്ല, പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ ഉണ്ടായത്. അപ്പോൾ UDFിൽ തന്നെ ഇതിൽ രണ്ടഭിപ്രായം ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കുമോ എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നത് ഭരണവിരുദ്ധ വികാരം, അതുപോലെ മലപ്പുറം പരാമർശം, പെൻഷൻ വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ഈ ഒരു വശത്ത് ഉയരുന്ന UDFനും നേരെ ഉയരുന്ന ഈ വിഷയങ്ങൾ, വെൽഫെയർ പാർട്ടി പിന്തുണ കാരണം ഉണ്ടായ പ്രശ്നങ്ങളെ നിലവിൽ UDF ആദ്യമേ തുടങ്ങി വെച്ചിട്ടുള്ള പെൻഷൻ വിഷയമാകട്ടെ, അതേപോലെ KC വേണുഗോപാൽ കൺവെൻഷനിൽ തുടങ്ങി വെച്ച മലപ്പുറത്തെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖമാവട്ടെ, ഈ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതേപോലെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന തരത്തിലാണ്